Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ച് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അമ്പലപ്പാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പിലെ പരിശോധനകൾക്ക് കഞ്ചിക്കോട് പ്രവർത്തിക്കുന്ന ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്റർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൗദ സലീം അധ്യക്ഷത വഹിച്ചു. കഞ്ചിക്കോട് ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിൽ നിന്നുള്ള ഡോക്ടർ SR രേഖ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TR ധനേഷ്, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ഷമീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണപ്രകാശ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MG ലത തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വാർഡ് അംഗങ്ങളായ PP ഹരിദാസ്, A വിജിത, P ശോഭ, V ജസീന, K ശൈലജ, M ഉമ്മർ, ആരോഗ്യ വിഭാഗം ഹെൽത്ത് സൂപ്പർവൈസർ KR വിജയൻ, പബ്ലിക് ഹെൽത്ത് സൂപ്പർവൈസർ KS മായ, ഹെൽത്ത് ഇൻസ്പെക്ടർ VK വിനോദ്, ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് കോർഡിനേറ്റർ VC ധാര തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാൻസർ രോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ ഫലപ്രദമായ ചികിത്സയിലൂടെ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുമെന്നും പലപ്പോഴും രോഗലക്ഷണങ്ങൾ അവഗണിക്കുന്നതുകൊണ്ടാണ് രോഗം ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇത്തരം പരിശോധനാ ക്യാമ്പുകൾ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ബോധവൽക്കരണത്തിന് കാരണമാകുമെന്നും ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. ആരോഗ്യ മേഖലയിൽ പഞ്ചായത്തും സന്നദ്ധ സംഘടനകളും കൈകോർത്ത് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാണെന്നും വരും ദിവസങ്ങളിലും ജനപ്രിയമായ ഇത്തരം ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു.